Hello, hello. Testing, testing. Hello. Oh, oh. Test. Mic testing. Oh, oh. Hello, 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 hello. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനും കണ്ണിലുണ്ണിയും അഭിമാനവുമായ സർക്കസ് അഭ്യാസിയുമായ ശ്രീ കാർലോസ് ആശാന്റെ പുതിയ സംരംഭമായ ഗോൾഡൻ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 30-ാം തീയതി പ്രശസ്ത സിനിമാ താരം മിസ് റേഞ്ചൽ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു. ഈ ചടങ്ങിലേക്കായി നിങ്ങളേവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പങ്കെടുക്കുവിൻ, വിജയിപ്പിക്കുവിൻ. ഹലോ ഹലോ, ഇവിടെ പറയുന്ന അവിടെ കേൾക്കാമോ? ഹലോ 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 ഹലോ. നാടെങ്ങും കാർലോസിന്റെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചാണല്ലോ ചർച്ച. അയ്യോ, എന്തൊരു മഴ! ഞാൻ പെട്ടത് തന്നെ. അയ്യോ, മഴ ശക്തമായല്ലോ. ഞാൻ പെട്ടത് തന്നെ. അയ്യോ, മഴ വീണ്ടും ശക്തമായല്ലോ. എന്റെ സോണു, എന്താ നീ കാണിക്കുന്നത്? ഇവിടെയൊക്കെ നനയ്ക്കുന്നേ. ഹോ, എന്തൊരു ശക്തമായ മഴ! നീ ഇതൊന്നും അറിയാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുവാണോ? നിന്റെ ആ കൊട്ടോടിത്തല നന്നായിട്ട് തോർത്ത്, ഇല്ലെങ്കിൽ പനി പിടിക്കും. എടാ ചോട്ടുവേ, നമ്മുടെ കാർലോസിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ പണി ഏതാണ്ട് തീരാറായി. എടാ സോണു, നീ അറിഞ്ഞില്ലായിരുന്നോ? സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമ്മുടെ കാർലോസിന്റെ മാളത്തിലേക്ക് ഒരു തുരങ്കമുണ്ട്. അതുണ്ടാക്കാനായിട്ട് ടെൻഡർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അമ്മാവന്റെ റാറ്റ്കോ കമ്പനിക്കാ. അതെയോ? എങ്കിൽ ഞാനൊരു വിലസു. ഇന്നെന്തായാലും നമ്മുടെ എലിയമ്മാവനും അമ്മായിയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. നീ എന്തായാലും മാർക്കറ്റിൽ പോയി അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കക്കപ്പയും ഒരു പോളി തേങ്ങായും വാങ്ങിക്കൊണ്ട് വാ. മഴയൊന്ന് മാറിക്കോട്ടെ, അതിനുശേഷം ഞാൻ പോയി വാങ്ങാം. സൂക്ഷിച്ചു പോകണം. ആ ജോലിപ്പൂച്ചയുടെ കണ്ണിപ്പെടാണ്ട് നോക്കണം. ഞാൻ വരണോ നിനക്ക് കൂട്ടിന്? ഏയ്, അത് വാങ്ങാൻ ഞാൻ തന്നെ ധാരാളം.
ഹലോ, യെസ് സി ഡി ജെയ്മോൺ ഹിയർ. എന്ത്? ഇന്ത്യൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ? ഓക്കെ, പറയൂ. ഓഹോ, വെരി സോറി. ഞങ്ങൾ മറ്റൊരു കേസിൽ മുഴുകിയിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാൻ പറ്റിയേക്കും. ഹോ, എന്തായാലും ഒരു പോലീസിനായി അത് പറ്റില്ല. ടൈഗർ സുഖം പ്രാപിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും. ഏതായാലും പത്രത്തിലും ടിവിയിലുമൊക്കെ ഒരു പരസ്യം കൊടുത്തു കളയാം. മോനിക്കേ, നോക്കിക്കേ, നിന്റെ ബ്രദർ CID ജെയിം ബോണ്ടിന് ഒരു നായയെ വേണമെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നു. നമ്മുടെ ജിമ്മിയുടെ കാര്യം അവൻ മറന്നുപോയിരിക്കും. അവനെ ഒന്ന് വിളിച്ചു പറ. ഞാൻ വിളിച്ചോളാം നിന്റെ ബ്രദറിനെ. നീ മക്കളോട് പറ ജിമ്മിയെ കൊണ്ടുപോയി അവന് കൊടുക്കാൻ. പക്ഷേ ജിമ്മി പോയാ നമ്മുടെ വീട് ഉറങ്ങുമല്ലോ. കാർലോസ് കുറുക്കന്റെ സൂപ്പർ മാർക്കറ്റിന്റെ പണിയുടെ ചുമതല പെയിന്റർ റോക്കിക്കാ. പൊരിഞ്ഞ പണിയാണ് റോക്കി ചേട്ടൻ അവിടെ. അതെയോ? മക്കള് ചായ കുടിച്ചിട്ട് നമ്മുടെ ജിമ്മിയെ ജയിനങ്കളിന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരൂ. ഓ, ജിമ്മി ഇപ്പൊ ആർക്കും കൊടുക്കണ്ടെന്നേ. അവൻ പോയാ പിന്നെ ഒരു രസവും ഇല്ല. എടി മണ്ടി, സ്ഥിരമായിട്ടൊന്നും കൊടുക്കുകയല്ല. ജയിന്റെ പട്ടി ഏതോ ബോംബ് കടിച്ച് പരുക്ക് പറ്റി ആശുപത്രിയിലാ. അവൻ തിരിച്ചു വരുന്നവരെ മതി. ഞാനിപ്പോ അവനോട് വിളിച്ചു പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ നന്ന്. നമ്മുടെ ജിമ്മിയുടെ ഡിറ്റക്റ്റീവ് ശൈലികളൊക്കെ പുറത്തെടുക്കാമല്ലോ. എന്നാ ജിമ്മിയും കൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്കിളിന്റെ അടുത്തേക്ക് പോയേക്കാം. റോക്കി ചേട്ടാ, സൂപ്പർ മാർക്കറ്റിന്റെ പണി എന്തായി? കാർലോസിന്റെ കച്ചവടം തകർത്തു വാരാമല്ലോ. തകർത്തു വാരാണ്ട് പിന്നെ സംശയം വല്ലതും ഉണ്ടോ? ബുദ്ധി എന്റേതല്ലേ. ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോ. ഓ, നിർത്ത്. ഈ ഉണ്ടില്ല വെടി. ആട്ടെ, ഈ ഗോവണിയും കൊണ്ട് എങ്ങോട്ടാ? എന്റെ ടോമേ, ഒരു ഒട്ടുമാവിന്റെ കൊമ്പൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യണം. ക്രാഫ്റ്റ് ചെയ്യുന്നത് എണിയിലാണോ റോക്കി ചേട്ടാ? ഏയ് അല്ലല്ല, ആ ഡോക്ടറുടെ മാവിൽ നിന്നും തൊലി ചെത്തിയെടുക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോ ആ പറമ്പിൽ ചാഞ്ഞു കിടക്കുന്ന കൊമ്പിൽ നിന്നും ചെത്താമെന്ന് വിചാരിക്കുന്നു. ഷടാ, ഈ കുന്തം അവിടം വരെ എത്തുന്നില്ലല്ലോ. എന്റെ റോക്കി ചേട്ടാ, ആ മരക്കൊമ്പ് ഇതിലൂടെ കയറി താഴ്ത്തി പിടിച്ചാൽ ശരിയാകും. എടാ മോനെ ടോമേ, നിനക്കൊന്ന് കേറാമോട് അവിടം വരെ? അയ്യോ, ചെത്തരുതെന്നാ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. വേണേ ഞാൻ മരക്കൊമ്പ് താഴ്ത്തിത്തരാം. ആ, അത് മതി. ആട്ടെ, കമ്പുകൾ കൂട്ടിപ്പിടിപ്പിക്കുന്നത് മക്കള് കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, പക്ഷേ മനുഷ്യരെ കൂട്ടിപ്പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെവിടെയാ ടീനെ നീ കണ്ടേ? ആ, കല്യാണത്തിന് പള്ളിയിൽ വെച്ച് പുരോഹിതൻ മണവാളിനെയും മണവാട്ടിയും കൂട്ടിപ്പിടിപ്പിക്കാറില്ലേ, അത് ശരിയാ. വേണേ ഗ്രാഫ്റ്റിംഗ് നീ പഠിച്ചോ. നല്ല വിദ്യ. ശരിയാ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നല്ലേ പറയുക. മതി മക്കളെ, മതി. ഇത്രയും താത്തിയാ മതി. അയ്യോ അമ്മേ, ഉറുമ്പടിക്കുന്നേ.
ആ, 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 ആ. അയ്യോ വെൽക്കം മക്കളെ. നമ്മുടെ ജിമ്മിയുടെ കാര്യം ഞാൻ മറന്നു കിടക്കുകയായിരുന്നു. ഇവനെ ഞാൻ ചില പുതിയ വിദ്യകൾ കൂടി പഠിപ്പിക്കുന്നുണ്ട്. അങ്കിൾ പുതിയ കേസ് ഏതാ? അതൊക്കെ ഞാൻ വഴിയെ പറയാം മക്കളെ. അങ്കിൾ ജിമ്മിയെ ശരിക്കും നോക്കിക്കോണേ. അല്ല, അവന്റെ മേൽനോട്ടത്തിനായി ഞങ്ങൾ ആരെങ്കിലും നിക്കണോ? ഏയ്, അതൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സാർ. സാറിന്റെ ഹെൽപ്പ് അത്യാവശ്യമായിട്ട് വേണം. എയർപോർട്ടിൽ ആളില്ലാത്ത ഒരു വാനിറ്റി ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ജിമ്മി, ഹറിയപ്പ് ഹറിയപ്പ്. Come on, my dear dog. Jimmy's, hurry up. എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ ഹറിയപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതേതോ ശക്തമായ സ്ഫോടക വസ്തുവാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ അമ്മോ, സ്ഫോടക വസ്തു എങ്കിൽ ഇത് വലിച്ചെറിയ തന്നെ ഭേദം. അയ്യോ, ബോംബാണെന്ന് തോന്നുന്നല്ലോ. പൊട്ടിക്കല്ലേ പൊന്നു സാറേ, ഞാൻ കീഴടങ്ങാം. എന്താടാ ആ ബാഗിൽ? ഏയ് റോബർട്ട്, ഇത് മയക്കുമരുന്നാണല്ലോ. ഇതിന് ഏകദേശം 3 കോടി രൂപയോളം വില വരും. ബുദ്ധിമാനായ ജിമ്മിയെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഒരു പത്രസമ്മേളനം ഉടനെ വിളിച്ചു കൂട്ടുന്നുണ്ട്. പത്രസമ്മേളനം വിളിക്കുമ്പോൾ ജെയിൻ ബോണ്ട് എന്ന CID അതിസാഹസ്യമായി കീഴടക്കി എന്നും കൂടി പറഞ്ഞേക്കണം. വെൽ മിസ്റ്റർ റോബർട്ട്, സോറി, ഞങ്ങളെ എത്രയും വേഗം ഓഫീസിൽ തിരിച്ചെത്തിക്കണം. പ്രമാദമായ മറ്റൊരു കേസിന്റെ അന്വേഷണം കൂടി തുടങ്ങാനുണ്ട്. ഇനി ആ ലേഡീസ് ബാഗിൽ എന്താണെന്ന് കൂടി നോക്കണം സാർ. ഏയ്, അതിന്റെ ആവശ്യമുണ്ടോ റോബർട്ട്? വേണമെങ്കിൽ അതും കൂടി നോക്കിയേക്കാം. ചേടാ, ഈ പഴംതുണി ബാഗ് കോടികളുടെ മയക്കുമരുന്ന് കണ്ടെത്താൻ വഴിയൊരുക്കിയല്ലോ. ഇനി എന്നെ അഭിനന്ദിക്കുന്നതിന് പകരം ഈ ബാഗിനെ എങ്ങനെ അഭിനന്ദിച്ച് കളയുമോ? ജിമ്മി, നമുക്ക് എത്രയും പെട്ടെന്ന് ഗോൾഡൻ സിറ്റിയിലേക്ക് പുറപ്പെടണം. ആ കാർലോസിന്റെ താമസ സ്ഥലം എത്രയും പെട്ടെന്ന് നീ എനിക്ക് കാട്ടിത്തരണം. അവനാണ് നമ്മുടെ അടുത്ത കേസിലെ പ്രധാന പുള്ളി. യെസ് ബോസ്, ഐ ആം റെഡി. ഹറിയം, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്.
അകത്ത് അനക്കൊന്ന് കേൾക്കുന്നില്ല ജിമ്മി. മിസ്റ്റർ കാർലോസ്, പ്ലീസ് കം ഔട്ട്. ആ കാർലോസ് കുറുക്കൻ പഠിച്ച കള്ളനാ. അവനെ കീഴടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ബോസ്. ബോസ്, ആ കാർലോസ് കുറുക്കൻ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ജിമ്മി, കം ഓൺ, ഫോളോ മീ. അവൻ അത്രയും വേഗമൊന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മിസ്റ്റർ കാർലോസ്, നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ വെടിവെക്കും. ഒന്ന് പോണം മിസ്റ്റർ ബോണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. യാഹൂ! യാഹൂ! ഇത്രയും വേഗം നിങ്ങൾ ഈ കുറുക്കനെ കീഴടക്കിയോ? വെൽ ഡൺ സർ. ഇതിനെല്ലാമുള്ള ക്രെഡിറ്റ് ജിമ്മിക്കാണ്. അവനെ കാർലോസിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമായി. വെൽ ഡൺ മൈ ഡിയർ ബോയ്. മിസ്റ്റർ ബോണ്ട്, ദയവായിട്ട് എന്റെ മാപ്പ് സാക്ഷിയാക്കണം പ്ലീസ്. മാപ്പ സാക്ഷിയല്ല, നിന്നെ സാക്ഷി പോലും ഞാനാക്കില്ല. എവിടെയാണ് ആ സർക്കസുകാരുടെ പണപ്പെട്ടി? സാർ, ഇവനെ നമുക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കാം. വിദ്യകൾ പഠിക്കുന്നത് നല്ലത്, എന്നാൽ ഇത് നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് നന്മയേറുന്നതെന്ന് ഈ കാർലോസ് കുറുക്കൻ എന്നാണ് മനസ്സിലാക്കുന്നത്. Tom and Tina.